നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. സ്ഥലം കയ്യേറിയാണ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നതെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചു. അനാവശ്യ ഇടപെടലാണ് സ്വകാര്യ വ്യക്തിയുടേതെന്ന് കെ സലീഖ MLA. വികസനം മുൻനിർത്തിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിയാനും മന്ത്രി മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കമായത് മേലാറ്റൂരിൽ നിന്ന്. ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ശനിയാഴ്ച ആനമങ്ങാട് ബസ് ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ചെറുപ്പളശ്ശേരി സ്വദേശി മുഹമ്മദ് ഹാരിസ്. സഹോദര ഭാര്യ ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ. വാദ്യവിസ്മയം തീർത്ത് ലിംക ബുക്സ് ഓഫ് റെക്കോർഡിലേക്ക് പെരിങ്ങോട്ടെ കലാകാരന്മാർ. 301 കലാകാരന്മാർ ഒന്നിച്ചണിനിരുന്നപ്പോൾ പെരിങ്ങോടൻ പെരുമ ഉയർന്നത് വാനോളം. നാടെങ്ങും ഓണാഘോഷത്തിരക്കും പരിപാടികളും. പെരിന്തൽമണ്ണയിൽ ജനമൈത്രി പോലീസ് ആദിവാസി കോളനിയിൽ ഓണാഘോഷമൊരുക്കി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് കെട്ടിട നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമാകുന്നത്. ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട്. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ തിരുവാഴിയോടിനും മംഗലാംകുന്നിനുമിടയിൽ പൊതുമരാമത്ത് വകുപ്പ് നൽകിയ 28 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്ഥലം ലഭിച്ചിട്ട് ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് കെട്ടിട നിർമ്മാണത്തിനായി 45 ലക്ഷം രൂപ വകുപ്പ് അനുവദിച്ചത്. കെട്ടിടത്തിന്റെ കരാർ നൽകി കരാറുകാരൻ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനിടെ ഒരു സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്നത്. 8 മാസത്തിനകം ഫണ്ട് ചിലവഴിക്കണമെന്നാണ് ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. ഈ നിലയിൽ നിശ്ചിത സമയത്തിനകം കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്കുണ്ട്. നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് തിരുവാഴിയോടുള്ള വാടക കെട്ടിടത്തിലാണ്. മഴ പെയ്താൽ പോലീസുകാർ സ്റ്റേഷനുള്ളിൽ കുട പിടിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. മാത്രമല്ല, സ്റ്റേഷനുള്ളിലെ വൈദ്യുതി വിതരണവും അപകടാവസ്ഥയിലാണുള്ളത്. വിവിധ കേസുകളിലായി പിടിച്ചുകൊണ്ടുവരുന്നവരെ സുരക്ഷിതരായി പാർപ്പിക്കാനും ഈ സ്റ്റേഷനുള്ളിൽ സ്ഥലമില്ല. കുടിവെള്ളത്തിനായി സമീപത്തുള്ള കടകളെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ വിവിധ കേസുകളിലായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് നിർത്തിയിടുന്നത്. എന്തുതന്നെയായാലും സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന കെ സലീഖ MLAയോ M ഹംസ MLAയോ മറ്റ് ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി വകുപ്പ് മന്ത്രിയുടെയും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് കെ സലീഖ MLA ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. സ്വകാര്യ വ്യക്തി സ്ഥലത്തിനെതിരെ കോടതിയിൽ പോയി നിയമ നടപടികൾ കൈക്കൊള്ളേണ്ട ഒരു ആവശ്യവും സ്ഥലത്തില്ലെന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെയും സ്ഥലം കയ്യേറിയല്ല സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്, മറിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും കെ സലീഖ MLA പറഞ്ഞു. ഏതായാലും അത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അന്വേഷിച്ചുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് SPI വിഷയം സംസാരിച്ച് എങ്ങനെയാണ് ടൈക്കപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ആലോചിച്ച് മുകൾ തലങ്ങളിൽ തന്നെ ആലോചിച്ച് അതിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം അങ്ങനെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ഒരു പ്രത്യേക സാഹചര്യവും അവിടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അവിടെ ആൾതാമസമുള്ള സ്ഥലമല്ല. ഒന്നാമത് എത്രയോ വർഷമായി ഇത് പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് ഈ സ്ഥലം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. കെട്ടിടം പണിയാൻ വൈകി എന്നുള്ളത് ശരി, അത് പോലീസ് സ്റ്റേഷന്റെ സ്ഥലമാണ്, ഗവൺമെന്റിന്റെ സ്ഥലത്താണ് അത് കിട്ടുന്നത്. വേറൊരാളുടെ സ്ഥലം അപഹരിച്ചുകൊണ്ടല്ല, മറ്റു വളപ്പില് വീട് താമസവും ഇല്ല. ഇനി അതിന് കാറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സ്റ്റേക്ക് പോവുക എന്നുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഭൂമിക്കൊക്കെ ഇത്രയുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയല്ല. ഏതായാലും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ഒരാഴ്ച നീളുന്ന ജനസമ്പർക്ക പരിപാടി തുടങ്ങി. മേലാറ്റൂർ പഞ്ചായത്തിലാണ് ജനസമ്പർക്ക പരിപാടിയുടെ തുടക്കം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീളുന്ന മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് മേലാറ്റൂർ പഞ്ചായത്തിലെ RM ഹൈസ്കൂളിലാണ് തുടക്കമായത്. ജനസമ്പർക്ക പരിപാടിയിൽ മന്ത്രി പരാതികളും അപേക്ഷകളും സ്വീകരിക്കും. വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാം. മേലാറ്റൂർ RM ഹൈസ്കൂളിൽ ശനിയാഴ്ച നടന്ന മന്ത്രി അലിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിരവധി ആളുകളും വിവിധ സംഘടനകളും പരാതികൾ നൽകി. ഞായറാഴ്ച 2:30 പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിങ്കളാഴ്ച രാവിലെ 9:30 ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹാൾ, ചൊവ്വാഴ്ച 2:30 താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് ഹാൾ, സെപ്റ്റംബർ 2
രാവിലെ 9:30 ഏലംകുളം പഞ്ചായത്ത് ഹാൾ, 9-ാം തീയതി രാവിലെ 9:30 വെട്ടത്തൂർ പഞ്ചായത്ത് ഹാൾ, 2:30 പെരിന്തൽമണ്ണ നഗരസഭാ ടൗൺ ഹാൾ എന്നിവിടങ്ങളിൽ മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കും. ആനമങ്ങാട് എടത്തറയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ചെറുപ്പശ്ശേരി ശാലോംകുന്ന് പുളക്കുഴി വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ 20 വയസ്സുകാരനായ മുഹമ്മദ് ഹാരിസാണ് മരിച്ചത്. ആനമങ്ങാട് എടത്തറക്കും പള്ളിപ്പടിക്കും ഇടയിൽ ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ചെറുപ്പശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന ലക്ഷ്മി ബസ് മുഹമ്മദ് ഹാരിസും മുഹമ്മദ് ഹാരിസിന്റെ സഹോദരന്റെ ഭാര്യ രഹ്നയും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് ഇരുവരും തെറിച്ചു വീണു. മുഹമ്മദ് ഹാരിസ് സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ രഹ്ന പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഹാരിസിന്റെ മൃതദേഹം മൗലാന ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ സ്ഥലത്ത് വെച്ച് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റിരുന്നു. വാഹനങ്ങളുടെ അമിതവേഗത അപകടങ്ങൾക്ക് കാരണമാകുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഒറ്റപ്പാലത്ത് ബാങ്ക് കവർച്ചാ ശ്രമം. കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ഹസ്ന മൻസിലിൽ 21-കാരായ ഹബീബ് റഹ്മാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് യുവാവ് മോഷണ ശ്രമം നടത്തിയത്. കെട്ടിടത്തിന്റെ പുറകിലെ ജനൽ കമ്പി വളച്ചായിരുന്നു മോഷണ ശ്രമം. ബാങ്കിനകത്ത് കടന്ന് മോഷ്ടിക്കാനുള്ള ശ്രമം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിന് സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഹബീബ് റഹ്മാനെ പോലീസ് പിടികൂടിയത്. മോഷണ ശ്രമത്തിന് ശേഷം കാസർഗോഡേക്ക് പോകും വഴി കാഞ്ഞങ്ങാട് തിയേറ്ററിൽ സിനിമ കണ്ട ശേഷം തിയേറ്ററിൽ നിന്നും 12,000 രൂപയും കവർന്നിരുന്നു. മുമ്പ് എറണാകുളത്തെ നെല്ലൂർ വിജയ ബാങ്ക് ശാഖയിൽ നിന്നും ലാപ്ടോപ്പ് മോഷ്ടിച്ച കേസിലും ഹബീബ് റഹ്മാൻ പ്രതിയാണ്. ശനിയാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഹബീബ് റഹ്മാനെ ബാങ്കിൽ തെളിവെടുപ്പ് നടത്തി. SI M ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. പെരിങ്ങോടിന്റെ വാദ്യ കലാകാരന്മാർ ലിങ്ക ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്ക്. 301 വാദ്യ കലാകാരന്മാർ ഒരുമിച്ച് വാദ്യവിസ്മയം തീർത്തത് 3.5 മണിക്കൂറിൽ. ഒരു നാടിനെ മുഴുവൻ സാക്ഷി നിർത്തിയാണ് പെരിങ്ങോടിന്റെ കലാകാരന്മാർ കൊട്ടിക്കയറിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാനായി പെരിങ്ങോടിന്റെ പഞ്ചവാദ്യ സംഘം വാദ്യവിസ്മയം തീർത്തത്. പരിപാടി ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ഞാനൊരു വിസ്മയത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. 301 കലാകാരന്മാർ, പഞ്ചവാദ്യ കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിസ്മയം സൃഷ്ടിക്കുമ്പോൾ അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നടന്നു കയറുകയാണ്. ആ നടന്നുകയറ്റം ഈ പ്രദേശത്തെ പെരിങ്ങോട് എന്ന ഈ പ്രദേശത്തെയാണ് ഈ 301 കലാകാരന്മാരും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നത്. തീർച്ചയായും അതിന് വേദിയൊരുക്കുന്നത് പെരിങ്ങോട് സ്കൂളാണ് എന്നുള്ളത് അതിലേറെ വിസ്മയം നൽകുന്ന കാര്യമാണ്. എനിക്ക് ശ്രീ പീറ്റർ വേദിയിലുണ്ട്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഈ വാദ്യവിസ്മയത്തോടൊപ്പം ഈ ഒരു വിദ്യാലയം കേരളത്തിലെ കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവങ്ങളിലൊന്നാണ്. ആ കലോത്സവത്തിൽ 33 വർഷം തുടർച്ചയായി ഒരു കലാരൂപം 1ാം സ്ഥാനം ലഭിക്കുക ഒരു വിദ്യാലയത്തിൽ എന്ന് പറയുമ്പോൾ അതും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കടന്നു കയറാൻ പറ്റിയ ഒന്നാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാനിപ്പം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ അധ്യക്ഷത വഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാമചന്ദ്രൻ, T രാജീവ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ഗാന്ധിയൻ സ്വപ്നം പ്രായോഗികമാക്കി സ്കൂളിൽ ആരംഭിച്ച പഞ്ചവാദ്യ കളരിയിൽ പഠിച്ചിറങ്ങിയ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും 301 കലാകാരന്മാരാണ് വാദ്യവിസ്മയം തീർക്കാൻ പഞ്ചവാദ്യ സംഘത്തിൽ അണിനിരുന്നത്. വാദ്യരംഗത്തെ കുലപതികളായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, അന്നമനട പരമേശ്വരൻ മാരാർ, ചെറുപ്പശ്ശേരി ശിവൻ, സദനം വാസുദേവൻ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. ഒപ്പം ഒരു നാട് മുഴുവനും പ്രോത്സാഹനമായി ഒപ്പം ചേർന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് പ്രതിനിധിയായി P പീറ്ററാണ് എത്തിയത്. ഇവരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരുന്നു പരിപാടി നടന്നത്. പെരിങ്ങോട് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു വാദ്യവിരുന്നൊരുക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ ഇവർ രംഗത്ത് വന്നത്. തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ചാമ്പ്യന്മാരായി റെക്കോർഡിട്ട പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിന്റെ മറ്റൊരു ചുവടുവയ്പ്പിന് കൂടിയാണ് ശനിയാഴ്ച പെരിങ്ങോട് ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാനായാൽ അത് പെരിങ്ങോടിന് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം കൂടിയാവും.
കോട്ടയം പിറവത്ത് റെയിൽവേ ട്രാക്കിൽ ബോംബ് വെച്ച കേസിൽ പോലീസ് സംശയിക്കുന്ന ഷെന്തിലിനെ വാണിയംകുളത്ത് നിന്നും പിടികൂടി. വാണിയംകുളം പനയൂർ റോഡിലെ രാജന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് ഷെന്തിലിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് എറണാകുളത്തു നിന്നെത്തിയ അന്വേഷണ സംഘം വീടിനു മുകളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്ന ഷെന്തിലിനെ അറസ്റ്റ് ചെയ്തത്. ഡ്രൈവറായ ഷെന്തിൽ മുളന്തുരുത്തിയിൽ നിന്നും രാജന്റെ ബന്ധുവിനെയും കൊണ്ടുവന്നതാണ്. പിന്നീട് ബോംബ് കേസിൽ തന്നെ അന്വേഷിക്കുന്നു എന്ന വിവരം ലഭിച്ചതോടെ ഇയാൾ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. അന്വേഷണ സംഘം എത്തി വീട് വളഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് മൊബൈൽ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. വാർത്തകൾ തുടരുന്നു. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. ആദിവാസികൾക്ക് സന്തോഷം പകർന്ന പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസിന്റെ ഓണാഘോഷം. താഴേക്കോട് ആറംകുന്ന് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകിയും ഓണസദ്യ ഒരുക്കിയുമായിരുന്നു പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസിന്റെ ഓണാഘോഷം. ഓണം കേറാമൂലയിൽ ഓണാഘോഷമെത്തിയപ്പോൾ ആദിവാസികൾക്ക് അതിരില്ലാത്ത ആഹ്ലാദം. വർഷത്തിൽ ഒരിക്കൽ മാവേലി വരുന്നത് പോലെ ആദിവാസികൾക്ക് ലഭിച്ച ഒരാശ്വാസമായിരുന്നു പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ താഴേക്കോട് ആറംകുന്ന് ആദിവാസി കോളനിയിൽ നടന്ന ഓണാഘോഷം. ഓണാഘോഷത്തിന് മാവേലിയും കോളനിയിൽ എത്തിയതോടെ ആദിവാസികളുടെ ആഘോഷത്തിന് നിറപ്പകിട്ട് ഏറെയായി. പെരിന്തൽമണ്ണ ട്രാഫിക്കിലെ ഹോംഗാർഡ് ബാലകൃഷ്ണപിള്ളയാണ് മാവേലിയുടെ വേഷത്തിൽ എത്തിയത്. ആദിവാസി കോളനികളിലെ മുഴുവൻ അംഗങ്ങൾക്കും ജനമൈത്രി പോലീസിന്റെ വക വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ പി വിജയകുമാർ ആദിവാസി കോളനിയിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ അവരുടെ വേദനകളിലും അവരുടെ വിഷമങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന സാന്ത്വനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം ഇവിടെ കേരള പോലീസ് ആണ് ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ നമുക്ക് പോലീസിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ വികലമായിരുന്നു. പലപ്പോഴും ബൂട്ടിന്റെയും മറ്റും ശബ്ദം കേട്ടുകൊണ്ട് പേടിച്ചുറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വളരെ ജനങ്ങളായി അടുത്തുകൊണ്ട് ഈ നമ്മൾ ജനങ്ങളെ നമ്മുടെ ബന്ധുക്കളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായും കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ആണ് ഇപ്പോൾ നടന്നു വരുന്നത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ കെ നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ കല്ലടി യൂസഫ്, കുഞ്ഞു മുഹമ്മദ് ഹാജി, പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ഉസ്മാൻ, തിരുവില്ലുവാമല രാംസൺസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ, പച്ചിലത്തണൽ ഹരിതസേനാ സമിതി കോർഡിനേറ്റർ ഉമയൂൺ കബീർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ആറംകുന്ന് ആദിവാസി കോളനിയിലെ മുതിർന്ന അംഗം സാത്തിയെ ഡിവൈഎസ്പി കെ പി വിജയകുമാർ ആദരിച്ചു. ജനമൈത്രി പോലീസിന്റെ വക ആദിവാസികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരും വനിതാ പോലീസും ചേർന്ന് ആദിവാസികൾക്ക് സദ്യ വിളമ്പി. വളരെ അപൂർവമായാണ് ഇത്തരം സന്തോഷ നിമിഷങ്ങൾ ആദിവാസി കോളനിയിൽ കടന്നുവരാറുള്ളത്. എങ്കിലും പോലീസുകാരുടെ സ്നേഹവിരുന്നിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആദിവാസികൾ സ്വന്തം ഊരുകളിലേക്ക് മടങ്ങി. ഇനിയും ഇതുപോലെ ആഘോഷ ആഹ്ലാദ നിമിഷങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൂക്കള മത്സരം വർണ്ണാഭമായി. പെരിന്തൽമണ്ണ സർക്കിൾ പരിധിയിലെ 12 ഹയർ സെക്കൻഡറി സ്കൂളുകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച ഓണാഘോഷം പെരിന്തൽമണ്ണ നഗരത്തിന് ഉത്സവഛായ പകർന്നു. പെരിന്തൽമണ്ണ ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൂക്കള മത്സരം പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നടന്നത്. ശനിയാഴ്ച നടന്ന പൂക്കള മത്സരത്തിൽ പെരിന്തൽമണ്ണ സർക്കിൾ പരിധിയിലെ 12 ഹയർ സെക്കൻഡറി സ്കൂളുകൾ പങ്കെടുത്തു. ഓരോ വിദ്യാലയത്തിൽ നിന്നും 10 പേർ അടങ്ങുന്ന സംഘം മനോഹരമായ 12 പൂക്കളങ്ങളാണ് തീർത്തത്. മത്സരത്തിൽ പരിയാവരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു 1ാം സ്ഥാനം. പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും നേടി. അനമാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ടീമിനായിരുന്നു 4ാം സ്ഥാനം. വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും ഡിവൈഎസ്പി കെ പി വിജയകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി, വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം എന്നിവർ വിതരണം ചെയ്തു. വിവിധ സംഘടനകളുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. റോഡ് സുരക്ഷാ പരിപാടിയുടെ ഭാഗമായി നടത്തിയ മാഗസിൻ നിർമ്മാണ മത്സരത്തിൽ വിജയിച്ച താഴക്കോട് PTMHS, പെരിന്തൽമണ്ണ പ്രസന്റേഷൻ, പൂലാമന്തോൾ GHS സ്കൂളുകൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ഉസ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വൈകല്യം മറന്ന് ഇത്തവണ അവർ ഓണത്തിന് ഒത്തുകൂടി. പൂക്കളവും പുതുവസ്ത്രങ്ങളുമുള്ള പുറക്കാഴ്ചകൾ അവർ അകക്കണ്ണിലൂടെ നോക്കിക്കണ്ടു. കടമ്പഴിപ്പുറത്തെ കാഴ്ച വൈകല്യമുള്ളവർ നടത്തിയ ഓണാഘോഷ പരിപാടികളാണ് ഏറെ ശ്രദ്ധേയമായത്. ഒറ്റപ്പെടുന്നതിനെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അവർ ഓണാഘോഷ പരിപാടികളിൽ മതിമറന്ന് പങ്കുചേർന്നു. മാനസിക പിരിമുറുക്കം അല്പനേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് ഇവർ ഓണം ആഘോഷിച്ചത്. സിനിമാ പാട്ടുകൾ പാടിയും നാടൻ പാട്ടുകൾ പാടിയുമാണ് ഇവർ ഓണത്തെ വരവേറ്റത്. കാഴ്ചയുള്ളവർ ഒരുക്കിയ പൂക്കളങ്ങളെ വെല്ലുന്ന രീതിയിലായിരുന്നു ഇവർ ഒരുക്കിയ പൂക്കളം. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവരുടെ വേദന അല്പനേരത്തേക്ക് ഇവർ മറന്നപ്പോൾ ഒരു സ്വപ്നം പൂവണിഞ്ഞ പ്രതീതിയാണ് ഇവർക്കുണ്ടായത്. ആടിയും പാടിയും ഇവർ ഓണത്തെ വരവേറ്റപ്പോൾ മറ്റെല്ലാ വേദനകൾക്കും ഇവർ വിട നൽകുകയും ചെയ്തു. കലാപരമായ കഴിവുകൾ തങ്ങൾക്കും വഴങ്ങുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഈ ഓണാഘോഷത്തിലൂടെ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പദവി കൊണ്ടും ജീവിതം കൊണ്ടും വലിയവരും ചെറിയവരും ഇക്കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഓണം എന്നത് അറിയുന്നവരും അറിയാത്തവരുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. കാഴ്ചയുടെ നിറമങ്ങിപ്പോയ ഇവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി ഒരു കാലയളവിൽ ഇവർക്കറിയില്ലായിരുന്നു. എന്നാൽ എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞാണ് ഇവർ ഇത്തവണ ഓണം ആഘോഷിക്കാൻ ഒത്തുകൂടിയത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും കനിവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കാഴ്ച വൈകല്യമുള്ളവർക്ക് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസിന് പരിസരത്ത് നിർമ്മിച്ച കാഴ്ച വൈകല്യമുള്ളവരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത്തവണ ഇവർ ഓണാഘോഷ പരിപാടികൾ നടത്തിയത്. ഓണപ്പുടവ വിതരണവും ഓണസദ്യയും ഓണക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടത്തി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പി വി ചന്ദ്രൻ, കുഞ്ഞിരാമഗുപ്തൻ, രജനി, ഉണ്ണികൃഷ്ണൻ, വാസുദേവൻ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂക്കളം ഇടാനുള്ള തുമ്പയും മുക്കുറ്റിയും നാട് നീങ്ങിയപ്പോൾ മലയാളിയുടെ മുറ്റത്ത് നിറയുന്നത് മറുനാടൻ പൂക്കളാണ്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. പാടത്തും പറമ്പിലും തൊടികളിലും പൂക്കുട്ടയുമായി ഓടി നടന്ന് പൂക്കളിറക്കുന്ന കുട്ടികൾ, താരതമ്യേന ചെറിയ പൂക്കളായ തുമ്പയ്ക്കും മുക്കുറ്റിക്കും കേടുപറ്റാതെ സൂക്ഷ്മമായി പറിച്ചെടുക്കുന്ന കൊച്ചുകൈകൾ, പൂക്കളെല്ലാം വേർതിരിച്ച് മുറ്റത്ത് പൂക്കളമൊരുക്കൽ, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഓണക്കാലത്തിന്റെ പ്രഭാത കാഴ്ചകൾ. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള തുമ്പയും മുക്കുറ്റിയുമെല്ലാം നാടുനീങ്ങിയപ്പോൾ മലയാളിയുടെ മുറ്റത്ത് നിറയുന്നത് മറുനാടൻ പൂക്കളാണ്. പച്ചക്കറിയെയും പലവ്യഞ്ജനങ്ങളെയും പോലെ പൂക്കൾക്കും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയാളികൾ. കോയമ്പത്തൂർ, ഡിണ്ടിഗൽ, സേലം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് പൂക്കളെത്തുന്നത്. വിലക്കയറ്റം പൂവിപണിയെയും വെറുതെ വിട്ടില്ല. പൂക്കൾക്ക് ആവശ്യക്കാർ കൂടുന്നതനുസരിച്ച് അന്യസംസ്ഥാനങ്ങളെ പൂവ്യാപാരികൾ വില കുത്തനെ കൂട്ടുകയാണ്. കിലോയ്ക്ക് 40 രൂപയ്ക്ക് വിറ്റിരുന്ന ചെണ്ടുമല്ലി ഇപ്പോൾ 80 രൂപ മുതൽ 150 രൂപ വരെയാണ് വില. ഹൈബ്രിഡ് ഇനത്തിൽപ്പെടുന്ന വാടാമല്ലി കിലോയ്ക്ക് 120 രൂപയും സാധാരണ ഇനത്തിന് 80 രൂപയും നൽകണം. 20 എണ്ണം അടങ്ങിയ ഒരു കെട്ട് റോസ് പൂവിന് 150 രൂപയാണ് വില. എക്സ്പോ റോസിന് 200 രൂപ കൊടുക്കണം. ജമന്തി, മുല്ല, റോസ്, ചെണ്ടുമല്ലി, അലറി, വാടാമല്ലി എന്നിവ ഉൾപ്പെടുന്ന ഒരു ചെറിയ കിറ്റിന് 20 രൂപയാണ് വില. മഴയുടെ കുറവ് കാരണം തമിഴ്നാട്ടിൽ ആവശ്യത്തിന് പൂക്കളം കിട്ടാനില്ല. വിവിധ സംഘടനകളുടെ പൂക്കള മത്സരങ്ങളും തിരുവോണവും അടുക്കുന്നതോടെ പൂവില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പൂക്കച്ചവടക്കാർ പറയുന്നത്. കേരളത്തിലെ ആവശ്യത്തിനനുസരിച്ചാണ് കോയമ്പത്തൂർ മാർക്കറ്റിലെ വില വ്യത്യാസം വരിക. സെക്കൻഡ് സമയത്തിനുള്ളിൽ മാറ്റങ്ങൾ ഒരുപാട് വരും. അതായത് നമ്മളിപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടി അങ്ങോട്ട് തിരക്കായി പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ 50 രൂപയ്ക്ക് വിറ്റുന്ന പൂവ് 100 രൂപയ്ക്കാക്കും, 150 ആക്കും. അവിടെ എത്ര സാധനം അവിടെ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യക്കാർ കൂടുന്നില്ല. ഇപ്പോൾ പിന്നെ ഒരു 2 കിലോ നമുക്ക് ആവശ്യമുണ്ട്, അവിടെ ഒരു 5 കിലോ ഉണ്ട്, ഒരു 100 പേര് ആവശ്യക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ആരാ പൈസ കൊടുക്കുന്നത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. ആവശ്യക്കാർ വാങ്ങിച്ചു. ഇനി വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് വില വ്യത്യാസം. ആവശ്യക്കാർ വർദ്ധിക്കുമ്പോൾ ഒരു മാനദണ്ഡവുമില്ലാതെ നിമിഷം തോറും വില വർദ്ധിപ്പിക്കുന്ന അന്യസംസ്ഥാന പൂക്കച്ചവടക്കാർക്കറിയാം എന്തു വില കൊടുത്തും മലയാളി പൂക്കൾ വാങ്ങും. പൂക്കളും പൂക്കളവുമില്ലാതെ മലയാളിക്ക് എന്തോണാഘോഷം. പൂക്കളുടെ ഉത്സവമായ ഓണക്കാലത്ത് സ്വർണ്ണവർണ്ണം വിടർത്തി കണിക്കൊന്നയും പൂത്തു. ചെറുപ്പശ്ശേരി എലിയപ്പറ്റയിലാണ് മേടം, ഇടവം മാസങ്ങളിൽ പൂക്കാറുള്ള കണിക്കൊന്ന കാലം തെറ്റി പൂത്തത്.
വിഷുവിന് മലയാളി കണി കാണുന്ന കൊന്നപ്പൂ മേടം ഇടവ മാസങ്ങളിലാണ് സാധാരണ പൂക്കാറുള്ളത്. കനത്ത വെയിലത്തും സ്വർണ്ണവർണ്ണം വിടർത്തി കണിക്കൊന്ന പൂത്തു നിൽക്കുമ്പോൾ മറ്റു പൂക്കളെല്ലാം താരതമ്യേന കുറവായിരിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ചെർപ്പുളശ്ശേരി എലിയപ്പറ്റയിൽ ഓണക്കാലത്ത് കൊന്നപ്പൂ പൂത്തത്. വിഷുവിനോടനുബന്ധിച്ച് മാത്രമേ കണിക്കൊന്ന പൂത്തു കണ്ടിട്ടുള്ളൂ എന്നും കാലം തെറ്റി പൂക്കാറില്ലെന്നുമാണ് പഴമക്കാർ പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണത്രേ ഇപ്പോൾ കൊന്ന പൂക്കാൻ കാരണം. കാസിയ ഫിസ്പുല എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കൊന്നപ്പൂ ഫ്ലോറിജിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനഫലമായാണ് പൂക്കുന്നതെന്നാണ് സസ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ചൂട് കൂടുമ്പോഴാണ് ഈ ഹോർമോൺ പ്രവർത്തിക്കുന്നത്. മഴ കുറഞ്ഞ് ചൂട് കൂടിയത് ഇതിന് കാരണമായി. ഓണക്കാലത്ത് പൂക്കളമിടാൻ നാട്ടിൽ പൂക്കൾ കുറഞ്ഞ സമയത്ത് കൊന്നപ്പൂ പൂത്തു എന്നത് ഏറെ കൗതുകകരമായി. പൂക്കളമിടാനുള്ള തുമ്പയും മുക്കുറ്റിയുമെല്ലാം നാടുനീങ്ങിയപ്പോൾ മലയാളിയുടെ മുറ്റം നിറയുന്നത് അന്യസംസ്ഥാന പൂക്കളാണ്. ഓണമല്ലേ, പൂക്കാലമല്ലേ, പൂക്കളമിടണ്ടേ, പൂക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ എന്നോർത്തായിരിക്കാം കാലം തെറ്റിയാലും ഈ കണിക്കൊന്ന പൂത്തത്. ചളവറ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകൾ ആരംഭിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ചളവറ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച ഓണച്ചന്ത ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗൗരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പച്ചക്കറികൾ, നേന്ത്രക്കായ, തുണിത്തരങ്ങൾ, അച്ചാറുകൾ, പപ്പടം, കരകൗശല വസ്തുക്കൾ, മൺചട്ടികൾ, പായസങ്ങൾ എന്നിവയെല്ലാം ഓണച്ചന്തയിലുണ്ട്. ചന്ത 27-ാം തീയതി വരെ തുടരും. ചളവറ ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഭാഗമായി പരിചരിക്കപ്പെടുന്ന രോഗികൾക്ക് ഓണക്കിറ്റുകളുടെ വിതരണവും നടന്നു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഓണച്ചന്ത ചൂരക്കോട് അത്താണിക്ക് സമീപം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു വാസുദേവന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. പച്ചക്കറികൾ, നേന്ത്രക്കായ, ഉണ്ണിയപ്പം, അച്ചാറുകൾ, പപ്പടം, കായ വറുത്തത് എന്നിവയെല്ലാം ചന്തയിലുണ്ട്. 30% വില കുറച്ചാണ് പച്ചക്കറികൾ ഓണച്ചന്തയിൽ വിൽക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. ചന്ത 27-ാം തീയതി വരെ തുടരും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്നേഹസ്പർശം പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും ഫെഡറൽ ബാങ്ക് ശ്രീകൃഷ്ണപുരം ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങ് ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹരികൃഷ്ണ പിഷാരോടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ മാനേജർ ശശികുമാർ, MSN സുധാകരൻ, CN സത്യൻ, PS സുഭദ്ര, M സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. 21 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. നാടെങ്ങും ഓണാഘോഷത്തിന്റെ ലഹരിയിലേക്ക് ഉണർന്നു കഴിഞ്ഞു. വിവിധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. വല്ലപ്പുഴ ക്യൂണിക്സ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. NK ഹബീബ് അധ്യക്ഷത വഹിച്ചു. സുഹൈൻ, PV മുസ്തഫ, വീരാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി പൂക്കള മത്സരം ഉൾപ്പെടെ നിരവധി മത്സരങ്ങളും സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തും ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കും വ്യാപാരി വ്യവസായി സമിതിയും സംയുക്തമായി EMS സ്മാരക ടൗൺ ഹാളിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ക്ലബ്ബുകളും വായനശാലകളും കുടുംബശ്രീകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് പുറമെ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള ജനകീയാസൂത്രണ പദ്ധതികളുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. M ഹംസ MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന രേഖയാണ് പ്രകാശനം ചെയ്തത്. എന്താണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ശരിയാവണ്ണമുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു, ഇടപെടലായിരുന്നു, പ്രയോഗതലത്തിൽ കൊണ്ടുവരലായിരുന്നു ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ E.K. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച കല്ലുവഴി ശബരി AUP സ്കൂളിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഷീലാദേവി അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി വികസന രേഖ പ്രകാശനവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാർ വികസന രേഖ ഏറ്റുവാങ്ങൽ ചടങ്ങും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K ജയദേവൻ പദ്ധതി രേഖ പ്രകാശനവും P സുധീർ പദ്ധതി രേഖ ഏറ്റുവാങ്ങൽ ചടങ്ങും നിർവഹിച്ചു. അംബുജാക്ഷി, മനോജ്, ഡോക്ടർ ഷെമി VS, PP മണികണ്ഠൻ, പങ്കജാക്ഷി, സജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, മറുപടി, ക്രോഡീകരണം എന്നിവയും നടന്നു. 1,11,74,600 രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സേവന മേഖലയ്ക്ക് 24,95,300 രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 10,13,500 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 42,46,584 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്.
ഇതിൽ ജനറൽ വിഭാഗത്തിന് 60,52,000 രൂപയും SC വിഭാഗത്തിന് 56,94,000 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് 5,91,000 രൂപ, മൃഗസംരക്ഷണത്തിന് 8,27,500 രൂപ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യൂണിറ്റ് ആരംഭിക്കുന്നതിന് 2 ലക്ഷം രൂപ, ബയോഗ്യാസ് പ്ലാന്റിന് 1 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് സംവിധാനം നവീകരിക്കുന്നതിന് 8 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. അസം കലാപബാധിതരെ സഹായിക്കുന്നതിനായി യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ശേഖരിച്ച വസ്ത്രങ്ങൾ അസാമിലേക്ക് കയറ്റി അയച്ചു. പട്ടാമ്പിയിൽ നിന്നും പ്രത്യേക വാഗണിലാണ് വസ്ത്രങ്ങൾ കയറ്റി അയച്ചത്. കലാപത്തെ തുടർന്ന് അസാമിലെ ദുരിതബാധിത ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി വസ്ത്രശേഖരണം നടത്തിയത്. യൂത്ത് ലീഗിന്റെ വിവിധ മണ്ഡലം യൂണിറ്റ് കമ്മിറ്റികൾ ശേഖരിച്ച വസ്ത്രങ്ങളാണ് ഒരുമിച്ച് പട്ടാമ്പിയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ അസാമിലേക്ക് കയറ്റി അയച്ചത്. മുസ്ലിം ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് KP ബാപ്പുട്ടി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി CA സാജിദ്, നേതാക്കളായ സക്കറിയ, O കുഞ്ഞു മുഹമ്മദ്, PT മുഹമ്മദ്, CP മുസ്തഫ, മാടാല മുഹമ്മദ് അലി, VK സൈനുദ്ദീൻ തുടങ്ങിയവരും സംസാരിച്ചു. അസാമിലെ കലാപബാധിതരായ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിവിധ ക്യാമ്പുകളിലായി ആഴ്ചകളോളായി താമസിക്കുന്നു. ആവശ്യമായ വസ്ത്രങ്ങളും മരുന്നും ഭക്ഷണവുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആസാമിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും ആശ്വാസ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസം ആസാമിലേക്കുള്ള ഫണ്ട് കളക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വസ്ത്രങ്ങൾ, ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖേന ശാഖാ തലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നായി ശേഖരിച്ച വസ്ത്രങ്ങളാണ് ഇന്ന് ഇവിടെ നിന്ന് ഇതിന്റെ ആസാമിലേക്ക് കയറ്റി അയക്കാൻ കഴിയും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രദാന പക്ഷാചരണം ആരംഭിച്ചു. സെപ്റ്റംബർ 8 വരെ നടക്കുന്ന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം M. ഹംസ MLA നിർവഹിച്ചു. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടികളുടെ ഭാഗമായി സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി അധ്യക്ഷയായി, DMO ഡോക്ടർ K. വേണുഗോപാൽ, ഡോക്ടർ M. ഹരി, വൈസ് ചെയർമാൻ S. ചെൽവൻ, P. വനജ, ഡോക്ടർ TK. ജയശ്രീ, ഡോക്ടർ ശ്രീലത, ഡോക്ടർ സുചിത്ര, ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. അനങ്ങനടി ഹൈസ്കൂൾ മാണിക്കത്ത് റോഡ് തുറന്നുകൊടുത്തു. KS സലീഖ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൗരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK നഫീസ, NR ബീന, N. അലി, ഫൈസൽ, നജ്മുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നഴ്സസ്, പാരാമെഡിക്കൽ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ 3 ഷിഫ്റ്റ് സംവിധാനം ഉറപ്പാക്കണമെന്ന് NGO അസോസിയേഷൻ ഒറ്റപ്പാലം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV മുരളി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി നൈറ്റ് വാച്ച്മാൻ തസ്തിക സൃഷ്ടിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് പ്രസിഡന്റ് A. അലി അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് C. രവീന്ദ്രൻ, സെക്രട്ടറി P. ശെൽവരാജ്, TV രാമദാസ്, PD സുവർണൻ, ESM ഹക്കീം, ESM ഹനീഫ, K. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 59% ജീവനക്കാരെ ഹാജരായിരിക്കും. ആദ്യം പറഞ്ഞ കാര്യം. എന്നിട്ട് അടിവരയിട്ടിരിക്കുന്നു 14 ജില്ലകളുടെ കണക്കുകൾ. അതിൽ പാലക്കാടിന്റെ അടിവരയിട്ടിട്ട് അദ്ദേഹം എന്നെ കാണിച്ചിട്ട് പറഞ്ഞതാ ഒരു കോപ്പി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറയുവാൻ കാരണം അന്ന് ഉച്ചയ്ക്കും TV-യിൽ കണ്ട വാർത്തകൾ, വൈകുന്നേരം 3 മണിക്ക് കണ്ട വാർത്തകളുമല്ല. 43% ജീവനക്കാർ മാത്രമേ കേരളത്തിലെ ആ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നായിരുന്നു TV ചാനലുകളിൽ വന്ന വാർത്ത. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. സ്ഥലം കയ്യേറിയാണ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നതെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചു. അനാവശ്യ ഇടപെടലാണ് സ്വകാര്യ വ്യക്തിയുടേതെന്ന് K. സലീഖ MLA. വികസനം മുൻനിർത്തിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിയാനും മന്ത്രി മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കമായത് മേലാറ്റൂരിൽ നിന്ന്. ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ശനിയാഴ്ച ആനമങ്ങാട് ബസ് ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ചെറുപ്പളശ്ശേരി സ്വദേശി മുഹമ്മദ് ഹാരിസ്. സഹോദര ഭാര്യ ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ. വാദ്യവിസ്മയം തീർത്ത് ലിംക ബുക്സ് ഓഫ് റെക്കോർഡിലേക്ക് പെരിങ്ങോട്ടെ കലാകാരന്മാർ.
301 കലാകാരന്മാർ ഒന്നിച്ചണിനിരുന്നപ്പോൾ പെരിങ്ങോടൻ പെരുമ ഉയർന്നത് വാനോളം. നാടെങ്ങും ഓണാഘോഷത്തിരക്കും പരിപാടികളും. പെരിന്തൽമണ്ണയിൽ ജനമൈത്രി പോലീസ് ആദിവാസി കോളനിയിൽ ഓണാഘോഷമൊരുക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.